പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയം നിറഞ്ഞവരെ, ടൈം മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമമാണ് ദ പരേറ്റോ പ്രിൻസിപ്പൾ. 80:20 റൂൾ എന്ന് പറയും. അതായത് ചില ആളുകൾ 20% ഊർജം ഉപയോഗിച്ച് 80% കാര്യങ്ങൾ ചെയ്യുന്നു. വേറെ ചിലർ 80% ഊർജം ഉപയോഗിച്ച് 20% കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. ഇതിൽ ഏതാണ് നല്ലത്? തീർച്ചയായും ആദ്യത്തെ ഓപ്ഷൻ, അതായത് 20% ഊർജം ഉപയോഗിച്ചുകൊണ്ട് 80% കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ 20% ഊർജം ഉപയോഗിച്ച് 80% കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. എൻ്റെ ഒരു ജീവിതത്തിലെ അനുഭവങ്ങൾ അങ്ങനെയാണ്. പരിശുദ്ധാത്മാവിനോട് ചേർന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ പിന്നെ അധികം സമയവും ഊർജവും ഉപയോഗിക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. എൻ്റെ സ്കൂൾ, കോളേജ്, സെമിനാരി പഠനകാലത്തും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വേളയിലും പരിശുദ്ധാത്മാവിനോട് ഞാൻ വളരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: പരിശുദ്ധാത്മാവെ, പരീക്ഷയ്ക്ക് വരുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അവ കൂടുതലായിട്ട് പഠിക്കുവാനായിട്ടുള്ള പ്രചോദനം എനിക്ക് നൽകണമേ. പരിശുദ്ധാത്മാവെ, ചോദ്യ പേപ്പർ കാണിച്ചു തരണമേ എന്നല്ല പ്രാർത്ഥിച്ചത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് പഠിക്കുമ്പോഴും ഒരുങ്ങുമ്പോൾ പിന്നീട് പരീക്ഷയ്ക്ക് ചോദ്യ പേപ്പർ ലഭിക്കുമ്പോൾ കാണുക, ആത്മാവ് നൽകിയ പ്രചോദനമനുസരിച്ച് പഠിച്ച അതേ ചോദ്യങ്ങൾ തന്നെ പരീക്ഷയ്ക്ക് ചോദ്യ പേപ്പർ വന്നിരിക്കുന്നു. ഒരു വ്യത്യാസമില്ലാതെ ഡിറ്റോ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. പലപ്പോഴും പഠനകാലത്ത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതാണിത്. പലപ്പോഴും പല കാര്യങ്ങളൊക്കെ മറന്നു പോകാതെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്താറുണ്ട്. ചിലപ്പോഴെല്ലാം മറന്നുപോയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു മിന്നായം പോലെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തി തരാറുണ്ട്. എൻ്റെ യോഗ്യത എല്ലാം മറിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥന സഹായം ചോദിക്കുന്ന മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ ജീവിതത്തിൽ നിരവധി സഹായങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്തു തരാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും തന്നെ നൽകിയിരിക്കുന്ന ഒരു നിത്യ സഹായകനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ അവിടുന്ന് നമ്മെ സഹായിക്കും, നമ്മെ വഴി നടത്തും, നമ്മെ നയിക്കും. നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്ന നിത്യ സഹായകന പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളാണ് ഇന്ന് തിരുസഭ സാഘോഷം കൊണ്ടാടുന്നത്, പെന്തക്കോസ്ത തിരുനാൾ. 50 എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് പദമായിട്ടുള്ള പെൻഡക്കോസ്റ്റോസ് എന്നിൽ നിന്നുമാണ് പെന്തക്കോസ്ത് എന്ന വാക്കിൻ്റെ ഉത്ഭവം. പെസഹ കഴിഞ്ഞ് 50 ദിവസം ആഘോഷിക്കുന്ന ഷാവൂത്ത് എന്ന ജൂത ഉത്സവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എല്ലാ തിരുനാളുകൾക്കും ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. പെന്തക്കോസ്ത തിരുനാളിന് അപ്രകാരം ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. യഹൂദരുടെ തിരുനാളുകളുമായിട്ടാണ് പെന്തക്കോസ്ത തിരുനാളിനുള്ള ചരിത്ര പശ്ചാത്തലം. പെന്തക്കോസ്ത തിരുനാളിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പല പേരുകൾ കാണുവാനായിട്ട് സാധിക്കും. ഷാവത്ത്, ആഴ്ചകളുടെ ഉത്സവം, ആദ്യ ഫലങ്ങൾ അല്ലെങ്കിൽ വിളവെടുപ്പ് പെരുന്നാൾ. യഹൂദ മതത്തിൽ ആഴ്ചകളുടെ ഉത്സവം അഥവാ ഷാവത്ത് ഒരു കൊയ്ത്ത് ഉത്സവമാണ്. അങ്ങനെ പുരാതന വിളവെടുപ്പ് ഉത്സവം അഥവാ ആഴ്ചകളുടെ പെരുന്നാൾ പിന്നീട് നോഹയ്ക്ക് ഉടമ്പടി പുതുക്കുന്ന ഒരു ദിവസമായിട്ട് മാറി. എന്താണ് ഈ നോഹയ്ക്ക് ഉടമ്പടി? അതിൻ്റെ പശ്ചാത്തലം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 9 അധ്യായത്തിൽ 8 മുതൽ വച്ച് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. അവിടെ കാണുന്നുണ്ട്, ദൈവം മനുഷ്യനുമായിട്ട് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുമായിട്ട് ഒരു ഉടമ്പടി സ്ഥാപിക്കുകയുണ്ടായി. ആ ഉടമ്പടി സ്ഥാപിച്ചതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലായിട്ട് മാറി ഈ ഉത്സവം. വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും മോശ വഴി യഹൂദർക്ക് സീനാ മലയിൽ ദൈവ കൽപ്പനകൾ നൽകുകയുണ്ടായി. അങ്ങനെ ദൈവകൽപ്പനകൾ നൽകിയതിൻ്റെ ഓർമ്മ തിരുനാളായിട്ട് ആ ദിവസം ആഘോഷിക്കുവാനായിട്ട് തുടങ്ങി. ഇതിൻ്റെ ഭാഗമായിട്ട് അവർ സിനഗോഗിൽ ഒത്തുകൂടുകയും രാത്രി മുഴുവൻ തോറ പഠിക്കുകയും തോറയിൽ നിന്നും 10 കൽപ്പനകൾ വായിക്കുകയും അതനുസരിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ പുതിയ നിയമത്തിലെ
പെന്തക്കോസ്ത തിരുനാൾ മനസ്സിലാക്കേണ്ടത്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1 മുതൽ 11 വെച്ച് നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ 1-ാമത്തെ വാഴ്ച കേൾക്കുണ്ടായി. പെന്തക്കോസ്തയെക്കുറിച്ചുള്ള വിവരണം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. പെന്തക്കോസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്ന പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായിട്ട് അവർ കണ്ട്. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ക്രിസ്തു ശിഷ്യരായ നമുക്ക് പെന്തക്കോസ്ത സഭയുടെ ജന്മദിനമാണ്, സഭയുടെ ഉദ്ഘാടനമാണ്. ഒപ്പം നിത്യസഹായനായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ദിനമാണ്. ത്രിയേക ദൈവത്തിലെ 3-ാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ്. പിതാവിൽ നിന്ന് പുത്രനിലൂടെ പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്. പിതാവായ ദൈവം സൃഷ്ടികർമ്മം നടത്തുന്നു, പുത്രനായ ദൈവം ആ സൃഷ്ടിയെ വീണ്ടെടുക്കുന്നു. ഇന്ന് സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവാണ് എന്നതിന് വളരെ വ്യക്തമായിട്ടുള്ള തെളിവാണ്, അടയാളമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പാപ്പമാർ. സഭയെ വിശുദ്ധിയുടെ പാതയിലൂടെ നയിച്ച വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പ 121 കോടി കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയ ആചാര്യനായിരിക്കെ സ്ഥാനത്യാഗം ചെയ്ത വിശ്വാസത്തിൻ്റെ പൗരാളിയായിട്ടുള്ള ബെനഡിക്റ്റ് 16-ാമൻ പാപ്പ വിശ്വസാഹോദര്യത്തിൻ്റെ സന്ദേശം ഇന്നും ലോകത്തിന് പകർന്നു നൽകുന്ന മനുഷ്യസ്നേഹിയായ പ്രവാചക ശബ്ദമായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനം ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരേപോലെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ആത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. സൃഷ്ടിയുടെ ആരംഭം മുതൽ പരിശുദ്ധാത്മാവ് സജീവമാണ്, പ്രവർത്തന നിരതനാണ്. ഉൽപ്പത്തി 1:2 നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവാണ് ഈ ദൈവത്തിൻ്റെ ചൈതന്യം. വീണ്ടും ഉൽപ്പത്തി 1:26 നമ്മൾ വായിക്കുന്നു ദൈവം വീണ്ടും അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. സൃഷ്ടികർമ്മത്തിൽ ആത്മാവിൻ്റെ പങ്കുചേരലിവിടെ കാണുവാനായിട്ട് സാധിക്കും. തുടർന്ന് ഉൽപ്പത്തി 2:7 നമ്മൾ വായിക്കുകയാണ്, ആത്മാവ് മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും ജീവൻ നൽകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ചില ന്യായാധിപന്മാർ, യോദ്ധാക്കൾ, പ്രവാചകന്മാർ എന്നിവർക്ക് അസാധാരണമായ ശക്തി നൽകുന്ന വിധത്തിൽ ആത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് സംഖ്യയുടെ പുസ്തകം 27:18 ജോഷുവയുടെ മേൽ, ന്യായാധിപന്മാരുടെ പുസ്തകം 3:10 ഒത്നിയേലിൻ്റെ മേൽ, വീണ്ടും ന്യായാധിപന്റെ പുസ്തകം 6:34 ഗിദെയോൻ്റെ മേൽ, ന്യായാധിപന്മാർ 13:25 സാംസന്റെ മേൽ, 1 സാമുവേൽ 10:9 സാവൂലിൻ്റെ മേൽ. എല്ലാവരുടെ മേൽ ആത്മാവിൻ്റെ ആവാസത്തെക്കുറിച്ച് ജോയൽ പ്രവാചകൻ പ്രവചിക്കുന്നുണ്ട്. ജോയൽ 2:28 എല്ലാവരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. പുതിയ നിയമത്തിലും ആത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ കന്യകയായിട്ടുള്ള പരിശുദ്ധ മറിയം ഈശോയെ ഗർഭം ധരിക്കുന്നതായിട്ട് മത്തായി 1:18 നമ്മൾ വായിക്കുന്നു. മറിയത്തിൻ്റെ സന്ദർശന വേളയിൽ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിർണവളായിട്ട് മാറുന്നത് നമ്മൾ ലൂക്ക 1:41 കാണുന്നു. യേശുവിൻ്റെ മാമോദിസ വേളയിൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്നതായിട്ട് നമ്മൾ മത്തായി 3:16 കാണും. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നിത്യ സഹായകനായ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നതായിട്ട് യോഹന്നാൻ 16:7 നമ്മൾ ദർശിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവിന് ഈശോ ഉത്ഥാനത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്നതായിട്ട് നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കാണുകയുണ്ടായി. വീണ്ടും ഈ പരിശുദ്ധാത്മാവാണ് പെന്തക്കോസ്ത ദിനം ശിഷ്യന്മാരുടെ മേൽ എഴുന്നള്ളി വന്നത് അവരെ അഭിഷേകം ചെയ്യുവാനും ധൈര്യപ്പെടുത്തുവാനും അവർക്ക് ദൗത്യം നൽകുവാനും. ത്രിയേക ദൈവത്തിൽ 3 പേർക്കും തുല്യമായ ശക്തിയാണുള്ളത്. മൂന്നാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് ബോധ്യമില്ല എന്നുള്ളതാണ് സത്യം. പിതാവായ ദൈവത്തെക്കുറിച്ചും പുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചും പലപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ വളരെ ചുരുക്കമായിട്ട് മാത്രമാണ് സംസാരിക്കാറുള്ളത്. അതിനടിസ്ഥാന കാരണം നമുക്ക് അനുഭവങ്ങൾ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ നയിക്കുന്ന, ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഒരു നിത്യ സഹായകനാണ്.
അനുദിനം ആത്മാവിനാൽ നയിക്കപ്പെടുവാനായിട്ട് നാം പ്രാർത്ഥിക്കണം, പരിശ്രമിക്കണം. ഞാൻ എന്നും അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥന എങ്ങനെയാണ്? എൻ്റെ ജ്യേഷ്ഠൻ എനിക്ക് പറഞ്ഞു തന്നൊരു പ്രാർത്ഥനയാണത്. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്, ഐ ലവ് യു ഹോളി സ്പിരിറ്റ്, പ്ലീസ് ബി മൈ പ്രൊട്ടക്ടർ, ടേക്ക് കൺട്രോൾ ഓഫ് മൈ ലൈഫ് ആൻഡ് ലീഡ് മീ ടു ദ റൈറ്റ് പാത്ത്. വളരെ അഭിഷേകം നിറഞ്ഞ ഒരു പ്രാർത്ഥനയാണത് എന്നാണ് എൻ്റെ അനുഭവം. ഈ കാലഘട്ടത്തിൽ ആത്മാവിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. ഇന്നും ക്രിസ്തുവിനെ അറിയാത്തവർ, ക്രിസ്തുവിൻ്റെ വചനം ശ്രവിക്കാത്തവർ അനേകരുണ്ട്. അവരിലേക്ക് വചനമായിട്ട് മാറുവാൻ, ക്രിസ്തു അനുഭവം നൽകുവാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. തുറവിയുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കും. അത് നമ്മെ സഹായിക്കുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവ്. പെന്തക്കോസ്തേക്ക് ശേഷമാണ് ഭീരുക്കളായ ശിഷ്യന്മാർ ധീരന്മാരായിട്ട് മാറിയത്. ലോകമെങ്ങും പോയി വചനം പ്രസംഗിക്കുവാനായിട്ടുള്ള കൃപ ലഭിച്ചത് ആത്മാവിൻ്റെ ശക്തിയാലാണ്. ഇന്നും ചലിപ്പിക്കുന്ന ചാലക ശക്തിയാണ് പരിശുദ്ധാത്മാവ്. സഭ മക്കളായ നമ്മുടെ ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് സഭയെ വളർത്തുക എന്നത്. സഭയെ തളർത്തുവാനായിട്ട്, കരിവാരി തേക്കുവാനായിട്ട്, നിശബ്ദമാക്കുവാനായിട്ട് ശ്രമിക്കുന്ന നിരവധി തിന്മയുടെ ശക്തികൾ ഇന്ന് ഈ ലോകത്തിൽ നടമാടുമ്പോൾ പെന്തക്കോസ്ത തിരുനാൾ കൂടുതൽ കരുത്ത് പകരട്ടെ. എല്ലാ സഭ മക്കൾക്ക് സഭയോട് ചേർന്ന് നിൽക്കുവാൻ, സഭയോടൊത്ത് മുന്നേറുവാൻ, സഭയോട് ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് സിനോധാത്മക സഭയായി നമ്മൾ ഒരുമിച്ച് നീങ്ങുമ്പോൾ സഭയെ നമുക്ക് കൂടുതലായിട്ട് പടുത്തുയർത്താം. ആത്മാവിൻ്റെ ശക്തിയാൽ, ഒരു പുതിയ പെന്തക്കോസ്ത അനുഭവത്താൽ. അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.